ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ടൗൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സ്റ്റീംഡ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബേക്കൊന്നും ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഓവനൊന്നും ഇല്ലാത്തവർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആവി വരാനായിട്ട് ആദ്യം അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. കാരണം നമ്മൾ കപ്പ് കേക്ക് അല്ലേ ഉണ്ടാക്കണം, അപ്പോൾ ഒരു മുട്ടയെ ആവശ്യമുള്ളൂ. അത് എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തു. അതിന് ശേഷം അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറും ഒരു 60 ml മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്ത് അതൊന്നും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു. കാരണം കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതിനകത്തോട്ട് ആവശ്യത്തിന് പാല്, നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാലും ചേർത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിനകത്തോട്ട് 250 ഗ്രാം മൈദയും കുറച്ച് കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് അതൊന്ന് അരിച്ച് ചേർത്തതിന് ശേഷം അത് തവി വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ തവി വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളാണെങ്കിൽ അത് നമ്മുടെ ബീറ്റർ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒത്തിരി ബീറ്റ് ആവാണ്ട് നോക്കണം, കാരണം ഒത്തിരി ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേക്ക് ഓവർ മിക്സിങ് കൊള്ളില്ല, കേക്കിന് അത് സോഫ്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്നുകൂടെ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തു. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം ആ മിക്സ് ഞാൻ മാറ്റി വെച്ചു. അതിന് ശേഷം ഞാനാണെങ്കിൽ നമ്മുടെ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം, അതായത് കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ചെറിയ 4 ഡവറയാണ് എടുത്തത്. അതിനകത്തോട്ട് മെൽറ്റഡ് ബട്ടർ തൂത്തിട്ട് അത് സ്റ്റീം വന്ന നമ്മുടെ ഇഡ്ഡലി തട്ടയിലോട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനത് ഓരോന്നായിട്ട് ഇഡ്ഡലി തട്ടയിലോട്ട് വെച്ചു. എന്നിട്ടൊരു 15 മിനിറ്റ് ആവി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീം കേക്ക് റെഡിയാവും. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റീം കേക്ക് റെഡിയാവും. അപ്പോൾ നമുക്ക് സ്റ്റീം കേക്ക് വെന്തോന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടോ, നമ്മുടെ ഫോർക്കിനകത്തൊന്നും ആയിട്ടില്ല. അപ്പം നമ്മുടെ സ്റ്റീം കേക്ക് റെഡി ആയിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടർ തൂത്ത കാരണം അത് എളുപ്പമുണ്ട് നമ്മുടെ ആ പാത്രത്തിൽ നിന്ന് പൊങ്ങി പോരാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ് കേക്കിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ചെറിയ പാത്രം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ഫ്രം കറി ടൗൺ.